ഇന്നത്തെ ഈ ഒരു ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും എപ്പോഴും ഈ സമൂഹത്തിൽ ഇടപഴകുന്നവരാണല്ലോ അല്ലേ? തീർച്ചയായും. പക്ഷേ നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഓരോ പെരുമാറ്റങ്ങളെയും യഥാർത്ഥത്തിൽ എന്താണ് നിയന്ത്രിക്കുന്നത്? നമ്മൾ എത്രത്തോളം സ്വതന്ത്രരാണ്? അതൊരു വലിയ ചോദ്യമാണ്. അതോ നമ്മൾ അറിയാതെ ചുറ്റുമുള്ളവരുടെ ഒരു സ്വാധീന വലയത്തിൽ പെട്ടുപോവുകയാണോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തേടുന്ന ഒരു ശാസ്ത്രശാഖയാണ് അല്ലേ ഈ സാമൂഹ്യ മനഃശാസ്ത്രം അഥവാ സോഷ്യൽ സൈക്കോളജി. അതെ അതെ. സാധാരണ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് ഈ ശാഖ കാര്യങ്ങളെ ശാസ്ത്രീയമായി കാണുന്നത്? വ്യക്തികളെയും അവരുടെ അനുഭവങ്ങളെയും ഇതെങ്ങനെ പഠിക്കുന്നത്? പിന്നെ നമ്മുടെ ഈ സാമൂഹികമായ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാവാം? ഇതിനെക്കുറിച്ചൊക്കെ നമുക്കിന്ന് സംസാരിക്കാം. അതെ, നൽകിയിട്ടുള്ള ഈ വിവരങ്ങൾ വെച്ച് നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. തുടങ്ങാം. അപ്പോ ആദ്യം തന്നെ ഈ സാമൂഹിക മനഃശാസ്ത്രം ഒരു ശാസ്ത്രീയ പഠനശാഖയാണെന്ന് പറയുമ്പോൾ അത് നമ്മുടെ സാധാരണ ചിന്തകളിൽ നിന്നും എങ്ങനെയാ വ്യത്യസ്തമാവുന്നത്? നമ്മളെപ്പോഴും പറയില്ലേ, അതൊക്കെ ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോന്ന്. പറയും. പിന്നെന്തിനാ ഒരു ശാസ്ത്രീയ പഠനം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ കോമൺ സെൻസ് അഥവാ പൊതുബോധം എന്ന് പറയുന്നത് അത് പലപ്പോഴും നമുക്ക് ഉപകാരപ്രദമാണെങ്കിലും അതിന് ഒരുപാട് പരിമിതികളുണ്ട്. സാമൂഹിക മനഃശാസ്ത്രം ശാസ്ത്രീയമാണെന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഇത് വെറും ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ കിംവദന്തികളോ അല്ലെങ്കിൽ വ്യക്തിപരമായ തോന്നലുകളോ അല്ല. മറിച്ച് ചിട്ടയായ നിരീക്ഷണങ്ങളിലൂടെയും അളക്കലുകളുടെയും കിട്ടുന്ന ഡാറ്റയെ, വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒന്നാണ്. അപ്പോ ഈ കോമൺ സെൻസ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാം അല്ലേ? ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. പണ്ട് സ്റ്റെവിനും ഗലീലിയോയുമൊക്കെ പരീക്ഷണം നടത്തുന്നതിന് മുൻപ് എല്ലാവരും വിശ്വസിച്ചിരുന്നതെന്താ? ഭാരമുള്ള സാധനങ്ങൾ ഭാരം കുറഞ്ഞതിനേക്കാൾ വേഗത്തിൽ താഴെ വീഴുമെന്നല്ലേ? അതൊരു കോമൺ സെൻസ് ആയിരുന്നു അന്ന്. അതെ. പക്ഷെ അത് തെറ്റാണെന്നു പരീക്ഷണത്തിലൂടെ തെളിഞ്ഞു. അതെ. അതുപോലെ പ്രകാശത്തെക്കുറിച്ച് അത്രയധികം പഠിച്ച സർ ഐസാക് ന്യൂട്ടൺ, അദ്ദേഹത്തിന് പോലും പ്രിസത്തിലൂടെ കടത്തിവിട്ട സൂര്യപ്രകാശത്തിന്റെ സ്പെക്ട്രത്തിൽ ചില പ്രത്യേക ലൈനുകൾ കാണാൻ പറ്റിയില്ല. അതെന്താ? കാരണം അന്നത്തെ അദ്ദേഹത്തിന്റെ തിയറി, സിദ്ധാന്തം അങ്ങനെയുള്ള ലൈനുകളെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതായത് നമ്മുടെ നിലവിലുള്ള വിശ്വാസങ്ങൾ, പ്രതീക്ഷകൾ അതൊക്കെ യാഥാർത്ഥ്യത്തെ കാണുന്നതിൽ നിന്ന് നമ്മളെ തടഞ്ഞേക്കാം, അല്ലെങ്കിൽ വളച്ചൊടിച്ചേക്കാം. അതെ, വളച്ചൊടിച്ചേക്കാം. സാമൂഹിക കാര്യങ്ങളിലും ഇത് ശരിക്കും സംഭവിക്കാം. ഒരു പ്രത്യേക ഗ്രൂപ്പിനെക്കുറിച്ചുള്ള നമ്മുടെ മുൻവിധി ആ ഗ്രൂപ്പിലെ ആളുകളെ ശരിയായി മനസ്സിലാക്കുന്നതെന്ന് നമ്മളെ പിന്നോട്ട് വലിച്ചേക്കാം. അപ്പോ ഈ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളിലെ പിഴവുകളും മുൻവിധികളുമൊക്കെ ഒഴിവാക്കി കുറച്ചുകൂടി വസ്തുനിഷ്ഠമായ, ഒബ്ജക്റ്റീവായ അറിവ് നേടാനാണ് ഈ ശാസ്ത്രീയ രീതികൾ സഹായിക്കുന്നത്. അതെ. സാമൂഹിക മനഃശാസ്ത്രത്തിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന രീതികൾ ഏതൊക്കെയാണ്? പല പ്രധാനപ്പെട്ട രീതികളുണ്ട്. ഒന്ന്, നിരീക്ഷണം, ഒബ്സർവേഷൻ എന്ന് പറയും. പേര് പോലെ തന്നെയാണോ? അതെ. മനുഷ്യരുടെ പെരുമാറ്റങ്ങളെ അവരുടെ സ്വാഭാവിക സാഹചര്യങ്ങളിൽ, അതായത് അവർ സാധാരണ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ, പാർക്കുകൾ, ഓഫീസുകൾ, വീടുകൾ ഒക്കെയാവാം, അവിടെ നേരിട്ട് നിരീക്ഷിച്ച് വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന രീതിയാണ്. ഇവിടെ ഗവേഷകൻ കാര്യമായിട്ട് ഇടപെടുന്നില്ല. കാര്യങ്ങൾ എങ്ങനെയാണോ സംഭവിക്കുന്നത് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അത് കൊള്ളാം. കാര്യങ്ങളെ സ്വാഭാവികമായി കാണാൻ പറ്റുമല്ലോ. പക്ഷേ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പുറമേ നിന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റുമോ? ആളുകളുടെ ഉള്ളിലുള്ള ചിന്തകളോ വികാരങ്ങളോ ഒക്കെ? ശരിയാണ്. നിരീക്ഷണത്തിന് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അവിടെയാണ് മറ്റു രീതികൾ വരുന്നത്. രണ്ടാമത്തെ ഒരു രീതിയാണ് സഹബന്ധ പഠനം, കോറിലേഷണൽ മെത്തേഡ്. കോറിലേഷൻ? അതെ. രണ്ടോ അതിലധികമോ കാര്യങ്ങൾ, വേരിയബിൾസ് എന്ന് പറയും, അവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്ന രീതിയാണിത്. ഉദാഹരണത്തിന് ഒരാളുടെ വരുമാനവും അയാളുടെ സന്തോഷവും തമ്മിൽ ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഒരുപാട് വയലൻസ് ഉള്ള സിനിമകൾ കാണുന്നതും കുട്ടികളിലെ അക്രമ സ്വഭാവം തമ്മിൽ ബന്ധമുണ്ടോ? ഈ ബന്ധം എത്രത്തോളം ശക്തമാണ്, അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊക്കെ ഇതുവഴി മനസ്സിലാക്കാം. സർവേകളൊക്കെ നടത്തി ഒരുപാട് ആളുകളിൽ നിന്ന് ഡേറ്റ എടുക്കാൻ ഈ രീതി നല്ലതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമില്ലേ? ഇപ്പോ വരുമാനവും സന്തോഷവും തമ്മിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയാലും വരുമാനം കൂടിയതുകൊണ്ടാണോ സന്തോഷം വന്നത്, അതോ സന്തോഷമുള്ളതുകൊണ്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയതാണോ? എക്സാക്ട്ലി. അതാണ് സഹബന്ധ പഠനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പരിമിതി. കോറിലേഷൻ ഡസ് നോട്ട് ഇംപ്ലൈ കോസേഷൻ. കാരണം
ഫലം ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. പറ്റില്ല. രണ്ട് കാര്യങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് കണ്ടതുകൊണ്ട് മാത്രം ഒന്ന് മറ്റൊന്നിന് കാരണമായി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു മൂന്നാമത്തെ ഫാക്ടർ ഇവ രണ്ടിനെയും സ്വാധീനിക്കുന്നുണ്ടാവാം. ഇപ്പോൾ പറഞ്ഞ ഉദാഹരണത്തില് നല്ല സാമൂഹിക ചുറ്റുപാടുകളുള്ളവർക്ക് വരുമാനവും സന്തോഷവും ഒരുപോലെ കൂടുതലായിരിക്കാം. അപ്പോൾ യഥാർത്ഥ കാരണം ആ ചുറ്റുപാടുകളാവാം. ശരിയാണ്. അപ്പോ ഈ കാരണം ഫലം, അതായത് കോസ് ആൻഡ് എഫക്റ്റ് ബന്ധം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എന്താ വഴി? അതിന് വേറെ രീതി വല്ലതുണ്ടോ? ഉണ്ട്. അതിനുള്ള ഏറ്റവും ശക്തമായ രീതിയാണ് പരീക്ഷണ രീതി, എക്സ്പെരിമെന്റൽ മെത്തേഡ്. പരീക്ഷണങ്ങൾ. അതെ. ഒരു കാര്യം, അതായത് കാരണമെന്ന് നമ്മൾ സംശയിക്കുന്നൊരു ഘടകം മറ്റൊന്നിൽ, അതായത് ഫലത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുന്നു എന്ന് കണ്ടെത്താൻ ഇത് സഹായിക്കും. ഇവിടെ ഗവേഷകൻ ഒരു സാഹചര്യത്തെ മനഃപൂർവ്വം നിയന്ത്രിക്കുകയാണ്. എങ്ങനെയെന്ന് പറയാമോ? അതായത് ഒരു ഘടകത്തിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. അതിൽ മാറ്റം വരുത്തും. ആ മാറ്റം കാരണം മറ്റേ ഘടകത്തിൽ ഡിപെൻഡന്റ് വേരിയബിളിൽ എന്ത് മാറ്റം വരുന്നു എന്ന് നിരീക്ഷിക്കും. ബാക്കിയുള്ള ഘടകങ്ങളെയെല്ലാം പരമാവധി സ്ഥിരമായി നിർത്താൻ ശ്രമിക്കും. ഇതിന് നമ്മുടെ സോഷ്യൽ സൈക്കോളജിയിൽ തന്നെ ഉദാഹരണങ്ങൾ കാണുമല്ലോ അല്ലേ? ധാരാളം. സോഷ്യൽ സൈക്കോളജിയുടെ തുടക്കത്തിൽ തന്നെ പരീക്ഷണങ്ങൾക്ക് വലിയ പങ്കുണ്ട്. 1897 നോർമൻ ട്രിപ്ലറ്റ് നടത്തിയൊരു പഠനം അതൊരു ക്ലാസിക് ഉദാഹരണമാണ്. ട്രിപ്ലറ്റ്? അതെ. സൈക്കിൾ ഓടിക്കുന്നവരെ അവർ ഒറ്റയ്ക്കോടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ മറ്റുള്ളവരുടെ കൂടെ ഓടിക്കുമോ എന്ന് അദ്ദേഹം ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്തായി? മത്സരം വരുമ്പോൾ പ്രകടനം മെച്ചപ്പെടുന്നു എന്നൊരു സൂചനയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പിന്നീട് ഫ്ലോയ്ഡ് ഓൾപോർട്ട് ഇതിനെ സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്ന് വിളിച്ചു. സോഷ്യൽ ഫെസിലിറ്റേഷൻ, സാമൂഹിക സുഗമമാക്കൽ. അതെ. അദ്ദേഹം കൂടുതൽ പഠനങ്ങൾ നടത്തി മറ്റുള്ളവരുടെ സാന്നിധ്യം ചിലപ്പോൾ നമ്മുടെ പ്രകടനത്തെ മെച്ചപ്പെടുത്തും, ചിലപ്പോൾ മോശമാക്കും എന്നും കണ്ടെത്തി. അപ്പൊ എപ്പോഴും നല്ലതല്ല? അല്ല, അത് ചെയ്യുന്ന ജോലിയുടെ സ്വഭാവമൊക്കെ ആശ്രയിച്ചിരിക്കും. എന്തായാലും ഈ പരീക്ഷണ രീതിയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞ ഒരാളാണ് കേർട്ട് ലെവൻ. കേർട്ട് ലെവൻ കേട്ടിട്ടുണ്ട്. സാമൂഹിക മനഃശാസ്ത്രത്തെ ഒരു യഥാർത്ഥ പരീക്ഷണ ശാസ്ത്രമായിട്ട്, എക്സ്പെരിമെന്റൽ സയൻസായിട്ട് വളർത്തുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. മുൻവിധികൾ, പ്രജുഡീസ്, ലീഡർഷിപ്പ് സ്റ്റൈലുകൾ, ഇതൊക്കെ എത്ര സങ്കീർണമായ വിഷയങ്ങളാണ്. അതെ. ഇവയെപ്പോലും ലബോറട്ടറിയിൽ പരീക്ഷണങ്ങളിലൂടെ പഠിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അത് അന്നത്തെ കാലത്ത് ഒരു വിപ്ലവകരമായ ചിന്തയായിരുന്നു. ഈ പറഞ്ഞ നിരീക്ഷണം, സഹബന്ധ പഠനം, പരീക്ഷണം, ഇതല്ലാതെ വേറെ രീതികളും ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട്. വേറൊന്ന് എത്നോഗ്രാഫി, വംശീയ വിവരണം. അതെന്താണ്? ഒരു പ്രത്യേക സംസ്കാരത്തെക്കുറിച്ചോ ഒരു സാമൂഹിക ഗ്രൂപ്പിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ പഠിക്കണമെങ്കിൽ ഗവേഷകൻ ആ ഗ്രൂപ്പിലെ ആളുകളുടെ കൂടെ താമസിച്ച് അവരുടെ ജീവിതത്തിൽ പങ്കാളിയായി. അങ്ങനെ നിരീക്ഷണങ്ങളിലൂടെയും ഇന്റർവ്യൂകളിലൂടെയും വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണത്. ഇത് വളരെ ഡീറ്റെയിൽഡായ വിവരങ്ങൾ തരും, പക്ഷേ ഒരുപാട് സമയമെടുക്കും. ശരിയാണ്. അപ്പോ ഈ രീതികളെല്ലാം ഉപയോഗിച്ച് കിട്ടുന്ന കണ്ടെത്തലുകൾ അത് എത്രത്തോളം വിശ്വസിക്കാം എന്നെങ്ങനെ ഉറപ്പാക്കും? അവിടെയാണ് ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വം വരുന്നത്: പുനരുൽപാദനക്ഷമത, റീപ്രൊഡ്യൂസിബിലിറ്റി. റീപ്രൊഡ്യൂസിബിലിറ്റി. അതെ. ഒരു ഗവേഷകൻ ഒരു പരീക്ഷണം നടത്തി ഒരു നിഗമനത്തിലെത്തിയെന്ന് കരുതുക. മറ്റു ഗവേഷകർക്ക് അതേ രീതി ഉപയോഗിച്ച് സമാനമായ സാഹചര്യങ്ങളിൽ ആ പരീക്ഷണം വീണ്ടും നടത്തിയാൽ ഏകദേശം അതേ ഫലം തന്നെ കിട്ടണം. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ആ കണ്ടെത്തലിന് ഒരു വിശ്വാസ്യതയുണ്ട്. അല്ലെങ്കിൽ അത് വെറും യാദൃച്ഛികമായി സംഭവിച്ചതാവാം. അല്ലെങ്കിൽ ആദ്യത്തെ പഠനത്തിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോ ഈ റീപ്രൊഡ്യൂസിബിലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണല്ലേ? ശാസ്ത്രീയമായ അറിവ് വളരുന്നതിൽ വളരെ പ്രധാനം. മനസ്സിലായി. അപ്പോ ചുരുക്കി പറഞ്ഞാൽ സാമൂഹിക മനഃശാസ്ത്രം വെറും തോന്നലുകളല്ല, മറിച്ച് ചിട്ടയായ രീതിശാസ്ത്രങ്ങൾ ഉപയോഗിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാമൂഹിക ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അതെ. ഇനി നമുക്ക് അടുത്തൊരു പ്രധാന ചോദ്യത്തിലേക്ക് വരാം. ഈ ശാസ്ത്രശാഖ ആരെയാണ് പഠിക്കുന്നത്? ഒരു വ്യക്തിയെയോ അതോ ഒരു സമൂഹത്തെ മൊത്തത്തിലോ? പണ്ട് ഈ ഗ്രൂപ്പ് മൈൻഡ് അഥവാ കൂട്ടായ മനസ്സ് എന്നൊരു ആശയമുണ്ടായിരുന്നല്ലോ, അതിപ്പോഴും പ്രസക്തമാണോ? അതൊരു കാലഹരണപ്പെട്ട ആശയമാണ്. ആധുനിക സാമൂഹിക മനഃശാസ്ത്രം പഠിക്കുന്നത് ഈ കൂട്ടായ മനസ്സ് എന്നൊരു അബ്സ്ട്രാക്റ്റ് സംഭവത്തെക്കുറിച്ചല്ല. അല്ല, മറിച്ച് അതിന്റെ കേന്ദ്രബിന്ദു, അതിന്റെ ഫോക്കസ് എപ്പോഴും വ്യക്തിയാണ്. ദി ഇൻഡിവിജ്വൽ. വ്യക്തി. അതെ. സാമൂഹിക മനഃശാസ്ത്രത്തിന്റെ നിർവചനം തന്നെ നോക്കിയാൽ മതി. വ്യക്തികളുടെ അനുഭവങ്ങളെയും പെരുമാറ്റങ്ങളെയും മറ്റ് വ്യക്തികൾ, ഗ്രൂപ്പുകൾ, സംസ്കാരം എന്നിവയുമായുള്ള ബന്ധത്തിൽ പഠിക്കുന്ന ശാസ്ത്രശാഖ. ഓക്കെ. അതായത്
ഒരു വ്യക്തി എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, എന്തനുഭവിക്കുന്നു, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ആ വ്യക്തിയെ ഒരു ഒറ്റപ്പെട്ട ആളായിട്ടല്ല കാണുന്നത്, മറിച്ചൊരു സാമൂഹിക സാഹചര്യത്തിന്റെ ഭാഗമായിട്ടാണ്. സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ വ്യക്തിയുടെ ചിന്തകളും പെരുമാറ്റങ്ങളും സാമൂഹിക സാഹചര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു. തിരിച്ചും സംഭവിക്കാം അല്ലേ? വ്യക്തികൾ സാമൂഹിക സാഹചര്യങ്ങളെ സ്വാധീനിക്കുന്നു. ഈയൊരു ബന്ധമാണോ വിഷയം? അതെ, ആ ഒരു പരസ്പര ബന്ധം. ഇവിടെ റഷ്യൻ സൈക്കോളജിസ്റ്റായ ലേവ് വൈഗോട്സ്കിയുടെ ആശയങ്ങൾക്ക് പ്രസക്തിയില്ലേ? വ്യക്തിയുടെ മനസ്സ് പോലും സാമൂഹികമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായും വൈഗോട്സ്കിയുടെ കാഴ്ചപ്പാടുകൾ ഇവിടെ വളരെ പ്രധാനമാണ്. അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഭാഷ, സമൂഹത്തിലുള്ള മിത്തുകൾ, ആചാരങ്ങൾ, ഇങ്ങനെയുള്ള സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ഒരു വ്യക്തിയുടെ ഉയർന്ന മാനസിക പ്രവർത്തനങ്ങളെ ഹയർ മെന്റൽ ഫങ്ഷൻസ് എന്ന് പറയും. അതായത് നമ്മുടെ ഓർമ്മ, ശ്രദ്ധ, ചിന്ത, പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ്, ഇതിനെയൊക്കെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് നമ്മൾ പഠിക്കണമെന്നാണ്. നമ്മുടെ ചിന്തകൾ പോലും നമ്മൾ പഠിച്ച ഭാഷയിലൂടെ, നമ്മൾ ഉൾക്കൊണ്ട സാംസ്കാരിക ചിഹ്നങ്ങളിലൂടെയൊക്കെയാണ് രൂപപ്പെടുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെ ഒരു സാമൂഹിക നിർമ്മിതിയാണ്. അത് കൊള്ളാം. അതായത് നമ്മൾ ചിന്തിക്കുന്നതുപോലും പൂർണ്ണമായും നമ്മുടേത് എന്ന് പറയാൻ പറ്റില്ല. ഒരു പരിധിവരെ നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളുമായി അത് വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ടുതന്നെ സാമൂഹിക മനഃശാസ്ത്രം വ്യക്തിയും ഈ സാമൂഹിക പ്രതിഭാസങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് സിസ്റ്റമാറ്റിക്കായി പഠിക്കുന്നത്. ഒരു വശത്ത് നോക്കിയാൽ വ്യക്തിഗത കാഴ്ചപ്പാടുകൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, ഇതൊക്കെ ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കുന്നു. ഉദാഹരണത്തിന് ഒരു ടീമിന്റെ കാര്യം. അതെ, ഒരു ടീമിലെ ഓരോ അംഗങ്ങളുടെയും മനോഭാവം ആ ടീമിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഒരു നേതാവിന്റെ പേഴ്സണാലിറ്റി ആ ഗ്രൂപ്പ് എടുക്കുന്ന തീരുമാനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു. മറുവശത്ത് ഗ്രൂപ്പ് എങ്ങനെ വ്യക്തിയെ സ്വാധീനിക്കുന്നു എന്നും പഠിക്കുന്നുണ്ടാവും അല്ലേ? തീർച്ചയായും. അതാണ് ഒരു പക്ഷേ സോഷ്യൽ സൈക്കോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന മേഖലകളിലൊന്ന്. ഗ്രൂപ്പ് വ്യക്തിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അനുരൂപത, കോൺഫേമിറ്റി. അതായത് മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കുന്നത്. അതെ, ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു സമ്മർദ്ദം, അത് യഥാർത്ഥത്തിലുള്ളതാവാം അല്ലെങ്കിൽ നമ്മൾ ഊഹിക്കുന്നതാവാം. അത് കാരണം വ്യക്തിയുടെ പെരുമാറ്റത്തിലോ അഭിപ്രായത്തിലോ മാറ്റം വരുന്നത്. സോളമൻ ആഷ് നടത്തിയ പരീക്ഷണങ്ങൾ. ആഷിന്റെ പരീക്ഷണങ്ങൾ അത് പ്രശസ്തമാണല്ലോ. എന്തായിരുന്നു അത്? ആഷിന്റെ പരീക്ഷണത്തില് കുറെ ആളുകളോട്, അതിലൊരാളൊഴികെ ബാക്കി എല്ലാവരും ഗവേഷകന്റെ അറിവോടെ അഭിനയിക്കുന്നവരായിരുന്നു. ഓക്കേ. അവരോട് വളരെ സിമ്പിളായൊരു ചോദ്യം ചോദിച്ചു. സ്ക്രീനിലൊരു വര കാണിക്കും. എന്നിട്ട് വേറെ 3 വരകൾ കാണിച്ചിട്ട് ആദ്യത്തെ വരയുടെ അതേ നീളമുള്ള വര ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ പറയും. എളുപ്പമുള്ള കാര്യം. വളരെ എളുപ്പം. ഉത്തരം വളരെ വ്യക്തമായിരുന്നു. പക്ഷേ ആ അഭിനയിക്കുന്ന ആളുകൾ, അതായത് കോൺഫെഡറേറ്റ്സ്, അവര് മനഃപൂർവ്വം തെറ്റായ ഉത്തരം ഒരേ സ്വരത്തിൽ പറയും. എന്നിട്ടോ? യഥാർത്ഥത്തിൽ പരീക്ഷണത്തിൽ പങ്കെടുത്ത ആള്, അയാൾക്കറിയില്ല മറ്റുള്ളവർ അഭിനയിക്കുകയാണെന്ന്. അയാൾ പലപ്പോഴും എന്തു ചെയ്യും? ഭൂരിപക്ഷം പറയുന്ന തെറ്റായ ഉത്തരത്തിന്റെ കൂടെ അങ്ങ് കൂടും. തനിക്ക് ശരിയുത്തരം അറിയാമെങ്കിൽ പോലും. അതെ, തനിക്ക് ശരിയുത്തരം അറിയാമായിരുന്നിട്ട് പോലും മറ്റുള്ളവരെല്ലാവരും വേറൊരുത്തരം പറയുമ്പോൾ ആ ഗ്രൂപ്പിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ പിണക്കാതിരിക്കാൻ വേണ്ടി, തെറ്റാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ അതിനോട് യോജിക്കും. അത്ഭുതം തന്നെ. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്നുള്ള അംഗീകാരം നേടാനും ഒറ്റപ്പെടാതിരിക്കാനുമുള്ള ആഗ്രഹം നമ്മുടെ പെരുമാറ്റത്തെ വല്ലാതെ സ്വാധീനിക്കും. വളരെ ശക്തമായി സ്വാധീനിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പഠനങ്ങളിലൂടെ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ഈ നിരന്തരമായ കൊടുക്കൽ വാങ്ങലുകളെയാണ് സാമൂഹിക മനഃശാസ്ത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ തന്നെ 2 പ്രധാന സമീപനങ്ങളുണ്ട്. സൈക്കോളജിക്കൽ സോഷ്യൽ സൈക്കോളജി, PSP. വ്യക്തിയുടെ മാനസിക പ്രക്രിയകളിൽ ചിന്ത, വികാരം, മനോഭാവം, ഇതിലൊക്കെ സാമൂഹിക സാഹചര്യങ്ങൾ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്ന് നോക്കുമ്പോൾ. മറ്റേതാ? സോഷ്യോളജിക്കൽ സോഷ്യൽ സൈക്കോളജി, SSP. കുറച്ചുകൂടി വലിയ സാമൂഹിക ഘടനകൾ. ഉദാഹരണത്തിന് സോഷ്യൽ ക്ലാസ്, റേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും പാരമ്പര്യങ്ങളും വ്യക്തിയുടെ പെരുമാറ്റത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിൽ ശ്രദ്ധിക്കുന്നു. പക്ഷെ രണ്ടിലും കാതൽ ഈ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. ഓക്കെ. അപ്പോൾ സാമൂഹിക മനഃശാസ്ത്രം ശാസ്ത്രീയമാണ്, അത് വ്യക്തിയെയാണ് പഠിക്കുന്നത്. പക്ഷേ സാമൂഹിക ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് വ്യക്തമായി. ഇനി നമ്മൾ ഈ ചർച്ചയുടെ ഒരു കാതലായ ചോദ്യത്തിലേക്ക് വരികയാണ്. ചോദിക്കൂ. എന്തുകൊണ്ടാണ് നമ്മളൊരു പ്രത്യേക രീതിയിൽ സാമൂഹിക സാഹചര്യങ്ങളിൽ പെരുമാറുന്നത്? നമ്മുടെ ഈ സാമൂഹിക ചിന്തകൾക്കും പെരുമാറ്റങ്ങൾക്കും പിന്നിലെ യഥാർത്ഥ പ്രേരകശക്തികൾ എന്തൊക്കെയാണ്? സോഷ്യൽ സൈക്കോളജി ഇതിനെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്?
ആ ഇതാണ് ഒരുപക്ഷെ ഏറ്റവും കോംപ്ലക്സ് ആയ ചോദ്യം. കാരണം സാമൂഹിക മനഃശാസ്ത്രം പറയുന്നത് നമ്മുടെ സാമൂഹിക പെരുമാറ്റത്തിന് പിന്നിൽ ഒരൊറ്റ കാരണമല്ല ഉള്ളതെന്നാണ്. അല്ലേ? അല്ല, മറിച്ച് പല ഘടകങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഘടകങ്ങളെ പ്രധാനമായും 5ആയിട്ട് തിരിക്കാം. 5 ഘടകങ്ങളോ? അതെന്തൊക്കെയാണ്? 1 മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളും സ്വഭാവ സവിശേഷതകളും. ആക്ഷൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അതേഴ്സ്. ഓക്കെ, അതെങ്ങനെയാണ്? ഇത് ഒരുപക്ഷെ ഏറ്റവും എളുപ്പം മനസ്സിലാക്കാവുന്ന ഒന്നാണ്. മറ്റൊരാൾ നമ്മളോട് ചിരിച്ചാൽ നമ്മൾ തിരിച്ചു ചിരിക്കാൻ സാധ്യതയില്ലേ? ഉണ്ട്. ഒരാൾ ദേഷ്യപ്പെട്ടാൽ നമുക്കും ദേഷ്യം വരാം. അതുപോലെ മറ്റൊരാളുടെ ലിംഗം, പ്രായം, വംശം, ആകർഷണീയത ഇതൊക്കെ അവരോടുള്ള നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിച്ചേക്കാം. ഉദാഹരണത്തിന് ഈ ആകർഷണീയത. ആ ചില പഠനങ്ങൾ കാണിക്കുന്നത് നല്ല ആകർഷകമായ രൂപമുള്ള ഒരാളോട് നമ്മൾ അറിയാതെ തന്നെ കുറച്ചുകൂടി സൗഹാർദ്ദപരമായി പെരുമാറാൻ ഒരു ടെൻഡൻസി ഉണ്ടെന്നാണ്. ശരിയാണ്. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് അവരുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, 2ാമത്തെ ഘടകം. ഓർമ്മ, നമ്മുടെ ചിന്താശേഷി, നമ്മുടെ വിശ്വാസങ്ങൾ, ആശയങ്ങൾ, മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ നടത്തുന്ന വിലയിരുത്തലുകൾ, ജഡ്ജ്മെന്റ്സ്, ഇതെല്ലാം സാമൂഹിക സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ നിർണ്ണയിക്കുന്നു. ഒരു ഉദാഹരണം പറയാമോ? ഇപ്പോ ഒരു പ്രത്യേക ഗ്രൂപ്പിനെക്കുറിച്ച് നമുക്ക് ശക്തമായ മുൻവിധികളുണ്ടെന്ന് കരുതുക, സ്റ്റീരിയോടൈപ്സ്. ആ അപ്പോൾ ആ ഗ്രൂപ്പിൽ ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ പെരുമാറ്റം ഒരുപക്ഷെ ആ മുൻവിധികൾക്കനുസരിച്ചായിരിക്കും. ആ വ്യക്തി യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന് നമ്മൾ ചിലപ്പോൾ നോക്കുക പോലുമില്ല. അതായത് നമ്മുടെ തലയ്ക്കകത്തെ ചിന്തകളും ഓർമ്മകളുമൊക്കെ പുറമേയുള്ള ലോകത്തെ കാണുന്ന രീതിയെ വല്ലാതെ സ്വാധീനിക്കുന്നു. ശരി, 3ാമത്തെ ഘടകം. മൂന്നാമതായി പാരിസ്ഥിതിക ഘടകങ്ങൾ, എക്കോളജിക്കൽ വേരിയബിൾസ്, നമ്മുടെ ചുറ്റുപാടുകൾ. പരിസ്ഥിതിയോ? ചുറ്റുപാടുകളോ? അതെങ്ങനെ സാമൂഹിക പെരുമാറ്റത്തെ സ്വാധീനിക്കും? ചിന്തിച്ചു നോക്കൂ, നല്ല കടുത്ത ചൂടുള്ള ദിവസങ്ങളിൽ ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാനും കൂടുതൽ അക്രമപരമായി പെരുമാറാനും സാധ്യതയുണ്ടെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. ഹോ, അങ്ങനെയുണ്ടോ? ഉണ്ട്. അതുപോലെ ഒരുപാട് തിരക്കും ഭയങ്കര ബഹളവുമുള്ള സ്ഥലങ്ങളിൽ നമുക്കൊരു അസ്വസ്ഥതയും സ്ട്രെസ്സും ഒക്കെ തോന്നില്ലേ? തോന്നും. അത് ചിലപ്പോൾ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ഇടപെടലുകളെ മോശമായി ബാധിക്കാം. അതുപോലെ ശുദ്ധവായു, നല്ല വെളിച്ചം, സ്ഥലത്തിന്റെ വലിപ്പം, ഇതിനൊക്കെ നമ്മുടെ മൂഡിലും പെരുമാറ്റത്തിലും സ്വാധീനം ചെലുത്താൻ പറ്റും. ഇത് നമ്മൾ അത്ര ശ്രദ്ധിക്കാത്തൊരു കാര്യമാണെങ്കിലും അനുഭവത്തിൽ നിന്ന് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, 4ാമത്തെ ഘടകം. 4ാമത്തേത് സാംസ്കാരിക പശ്ചാത്തലം, കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സംസ്കാരം സംസ്കാരത്തിനനുസരിച്ച് മാറും. അതെ. നമ്മൾ ഏത് സംസ്കാരത്തിലാണോ വളരുന്നത്, ഏത് ഗ്രൂപ്പുകളിലാണോ നമ്മൾ അംഗമായിരിക്കുന്നത്, അതെല്ലാം നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം വെച്ച് പറയാമോ? പറയാം. ഇപ്പോൾ ചില പാശ്ചാത്യ സംസ്കാരങ്ങൾ നോക്കിയാൽ അവിടെ വ്യക്തിയുടെ നേട്ടങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനുമൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന കാണാം. ഇൻഡിവിജ്വലിസം എന്ന് പറയും. എന്നാൽ പല ഏഷ്യൻ സംസ്കാരങ്ങളിലും നമ്മുടെ നാട്ടിലൊക്കെ കൂട്ടായ ലക്ഷ്യങ്ങൾക്കും ഗ്രൂപ്പിനോടുള്ള ഒരു കൂറിനുമാണ് കൂടുതൽ പ്രാധാന്യം, കളക്ടിവിസം. ശരിയാണ്. ഇത് നമ്മുടെ പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതിയിലും മറ്റുള്ളവരുമായി സഹകരിക്കുന്ന രീതിയിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടാക്കും. ഒരു പ്രശ്നം വരുമ്പോൾ ഞാനിത് പരിഹരിക്കും എന്ന് ചിന്തിക്കുന്നതും നമുക്കിത് ഒരുമിച്ച് പരിഹരിക്കാം എന്ന് ചിന്തിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടല്ലോ. ഉണ്ട്. അപ്പോ നമ്മുടെ സാമൂഹിക പെരുമാറ്റം നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. ശരി, ഇനി അവസാനത്തെ 5ാമത്തെ ഘടകം. 5ാമത്തേത് ജൈവശാസ്ത്രപരമായ ഘടകങ്ങളാണ്, ബയോളജിക്കൽ ആസ്പെക്ട്സ്. ബയോളജിയോ? അതെങ്ങനെ? നമ്മുടെ സാമൂഹിക പെരുമാറ്റങ്ങൾക്ക് ഒരു ജനിതകപരമായ അടിത്തറയുണ്ടോ, ഒരു ജനറ്റിക് ബേസിസ് ഉണ്ടോ എന്നതിനെക്കുറിച്ച് സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ പഠിക്കുന്നുണ്ട്. പരിണാമ സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിൽ ഇവല്യൂഷണറി സൈക്കോളജി എന്നൊരു ശാഖയുണ്ട്. അവർ ചോദിക്കുന്നത് ചില സാമൂഹിക പെരുമാറ്റങ്ങൾ, ഉദാഹരണത്തിന് ഇണയെ തിരഞ്ഞെടുക്കുന്ന രീതികൾ, അല്ലെങ്കിൽ സഹാനുഭൂതി, എമ്പതി, ഇതൊക്കെ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് സഹായകമായതുകൊണ്ട് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതാണോ എന്നാണ്. ഓ, ഇൻട്രസ്റ്റിംഗ്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ അളവ്, തലച്ചോറിലെ ചില കെമിക്കൽ റിയാക്ഷൻസ്, ഇതൊക്കെ നമ്മുടെ സാമൂഹിക പെരുമാറ്റങ്ങളെ സ്വാധീനിക്കാം. ഈ ആകർഷണീയതയെക്കുറിച്ചുള്ള ചില പൊതുവായ ധാരണകൾക്ക് പോലും ഒരു ബയോളജിക്കൽ ബേസിസ് ഉണ്ടാവാമെന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പൊ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ സങ്കീർണമാണല്ലേ? അതെ.
മറ്റുള്ളവർ നമ്മളോടെങ്ങനെ പെരുമാറുന്നു, നമ്മൾ കാര്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കുന്നു, ഓർക്കുന്നു, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, നമ്മുടെ സംസ്കാരം, എന്തിന് നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ഘടകങ്ങൾ വരെ നമ്മുടെ ഓരോ സാമൂഹിക ചിന്തയെയും പ്രവൃത്തിയെയും സ്വാധീനിക്കുന്നു. ഈ ഘടകങ്ങളെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, മറിച്ച് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അതെ, അതാണ് ഏറ്റവും പ്രധാനം. ഈ ഘടകങ്ങൾ തമ്മിലുള്ള ആ ഒരു സങ്കീർണമായ ഇൻട്രാക്ഷൻ, പരസ്പര പ്രവർത്തനം, അതാണ് നമ്മുടെ സാമൂഹിക ലോകത്തെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഒരേ സാഹചര്യത്തിൽ പോലും വ്യത്യസ്ത ആളുകൾ വ്യത്യസ്തമായി പെരുമാറുന്നത്. ഓരോരുത്തരിലും ഈ ഘടകങ്ങളുടെ സ്വാധീനം അത് വ്യത്യസ്ത അളവിലായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് വിശദമായി സംസാരിച്ച കാര്യങ്ങൾ അതൊന്ന് ചുരുക്കി പറഞ്ഞാൽ, സാമൂഹിക മനഃശാസ്ത്രം എന്നത് നമ്മുടെ പൊതുബോധം അല്ലെങ്കിൽ കോമൺ സെൻസ് പലപ്പോഴും തെറ്റിദ്ധാരണകൾക്കിടയാക്കുന്ന നമ്മുടെ ഈ സാമൂഹിക ലോകത്തെ ശാസ്ത്രീയമായ രീതികളിലൂടെ, അതായത് നിരീക്ഷണം, സഹബന്ധ പഠനം, പരീക്ഷണങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പഠനശാഖയാണ്. ശരിയാണ്. ഇതിന്റെ ഫോക്കസ് എപ്പോഴും വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയെ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും മറ്റു മനുഷ്യരിൽ നിന്നും വേറിട്ട് കാണുന്നില്ല. വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ഒരു നിരന്തരമായ കൊടുക്കൽ വാങ്ങലാണ് അവിടെ നടക്കുന്നത്. കൃത്യമായി പറഞ്ഞു. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് വിശ്വസിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, ഇതിനെല്ലാം പിന്നിൽ മറ്റുള്ളവരുടെ പ്രവൃത്തികൾ, നമ്മുടെ സ്വന്തം ചിന്താപ്രക്രിയകൾ, പരിസ്ഥിതി, സംസ്കാരം, ബയോളജി തുടങ്ങി ഒരുപാട് ഘടകങ്ങളുടെ ഒരു വലിയ ശൃംഖല തന്നെയുണ്ട്. ഈ ചർച്ചയുടെ അവസാനം എന്റെ മനസ്സിലൊരു പ്രധാനപ്പെട്ട ചിന്ത വരുന്നുണ്ട്. എന്താണത്? ഇത്രയധികം ഘടകങ്ങൾ, അതിൽ പലതിനെക്കുറിച്ചും നമുക്ക് പൂർണ്ണമായ ബോധ്യം പോലുമില്ല. അങ്ങനെയുള്ള ഘടകങ്ങൾ നമ്മുടെ ഓരോ സാമൂഹിക ഇടപെടലുകളെയും, ഓരോ തീരുമാനങ്ങളെയും, ഓരോ പ്രതികരണങ്ങളെയും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സാമൂഹിക പെരുമാറ്റത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് എത്രത്തോളം ബോധപൂർവമായ നിയന്ത്രണമുണ്ട്? അതൊരു ആഴത്തിലുള്ള ചോദ്യമാണ്. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എത്രത്തോളം നമ്മുടേത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും? നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഒരുപക്ഷെ നമ്മുടെ സാമൂഹിക ലോകത്തെയും നമ്മളെ തന്നെയും കുറച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ ഈ ചർച്ച ഒരു തുടക്കമായേക്കാം.